നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗോപാജിയുടെ കുടുംബത്തിന് പ്രശ്നങ്ങളുണ്ടാവാൻ കാരണേ നിന്റെ കുടുംബം തന്നെയാ. ആദ്യം മാധവൻ കാരണം, ഇപ്പൊ മഞ്ജു കാരണം. അതുകൊണ്ട് നിനക്ക് ദേഷ്യം വന്നെങ്കിലേ വീട്ടിൽ ചെന്ന് നീ നിന്റെ ഭാര്യയുടെ അടുത്ത് കാണിക്കും. ഗിരി ഗിരി ഗിരി, തനിക്ക് മഞ്ജുവിനോട് എന്ത് വൈരാഗ്യാണോടോ? ഒരാൾ ഇങ്ങനെ ദ്രോഹിക്കരുത്. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞോളൂ. ഞാൻ ആ വണ്ടി കടത്തിവിടെ 100 വട്ടം പറഞ്ഞതല്ലേ. മഞ്ജു നിർബന്ധിച്ചോണ്ടല്ലേ സാറത് പരിശോധിച്ചത്. ഗിരി നല്ല ദേഷ്യത്തിലാ വന്നേ. അവൾ ചെയ്ത തെറ്റിനെ തല്ലുള്ള എന്നെ കിട്ടില്ല. ഇതാവുമ്പോ മഞ്ജുനുള്ളതേ ഗിരി നേരിട്ട് കൊടുത്തോളൂ. ഈശ്വര, മഞ്ജുവിന് പ്രശ്നമൊന്നും വരുത്തല്ലേ. സാറ് മഞ്ജുവിനെ വിളിച്ച് കാര്യമൊന്ന് പറ. മോളെ, സഞ്ജയനെ അറസ്റ്റ് ചെയ്താ പിന്നെ എല്ലാം കൈവിട്ടു പോവല്ലോ. കുഞ്ഞാറ്റ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. നമ്മുടെ നാട്ടില് കാശുള്ളവരാരെങ്കിലും ജയിലിൽ പോവോ? എന്തെങ്കിലുമൊക്കെ നമ്പർ ഇറക്കി അവസാന നിമിഷം രക്ഷപ്പെടും. പക്ഷേ ശരിക്കും അവ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലേ മോളെ? ഇങ്ങനൊരു കുറ്റവാളിയെ കല്യാണം കഴിക്കുന്നത് ബുദ്ധിയാണോ? എല്ലാ വലിയ കാശുകാരും എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും ഈ നിലയിലെത്തിയത്. അത് പിടിക്കപ്പെടാതെ നോക്കുന്നതിലാ മിടുക്ക്. സഞ്ജയ്ക്ക് അതല്പം കുറവാ. ഒരു തരത്തിൽ അത് നല്ലതല്ലേ. കാര്യങ്ങളെല്ലാം എന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാവും. മഞ്ജു വന്നില്ലേടി? വന്നിട്ടുണ്ട്. ദാ വരുന്നു. സഞ്ജയ്ക്കെതിരെ കേസ് ചാർജ് ചെയ്തത് നീയാണോ? ഞാൻ മാത്രമല്ല, ആ സ്റ്റേഷനിലെ എല്ലാവരും ചേർന്നാ കേസ് ഫയൽ ചെയ്തത്. നിങ്ങളെ പോലീസുകാർക്ക് സഞ്ജയോടുള്ള പക ഇതുവരെ തീർന്നില്ലേ? ആദ്യം ഒരു പെണ്ണ് കേസിൽ അവനെ കൊടുക്കാൻ നോക്കി. അത് നടക്കാതെ വന്നപ്പോ വലിയൊരു മയക്കുമരുന്ന് കേസുമായിട്ട് വന്നിരിക്കുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? മഞ്ജു സഞ്ജയെ മയക്കുമരുന്ന് കടത്തിയെന്നും പറഞ്ഞ് കേസെടുത്തു. ഈശ്വര, എടി മനുഷ്യരായ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ഞാൻ സഞ്ജയോ അവന്റെ അച്ഛനോ തരുന്ന ചോറല്ല ഉണ്ണുന്നത്. എനിക്ക് ശമ്പളം തരുന്നത് സർക്കാരാ. അതുകൊണ്ട് എനിക്ക് നന്ദിയുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് മാത്രം. പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ സഞ്ജയനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. അതെ, അവനെ പോലെ ഒരുത്തനെ വെറുതെ വിട്ടാ നാട്ടില് മയക്കുമരുന്ന് വിറ്റ് ഒരു തലമുറയെ തന്നെ അവൻ വഴി തെറ്റിക്കും. ഇതൊക്കെ വിവരമില്ലാത്ത ആരെങ്കിലും ഒക്കെ വിശ്വസിക്കും. നീ ഇതെല്ലാം ചെയ്യുന്നത് നിന്നെ കല്യാണം കഴിക്കാത്തതിന് സഞ്ജയോട് ചെയ്യുന്ന പകയാണെന്ന് ആർക്കായാലും മനസ്സിലാവും. സഞ്ജയെ കല്യാണം കഴിക്കാൻ പറ്റാത്തതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവനേക്കാളും എന്തുകൊണ്ട് നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. സഞ്ജയ് ഒന്നാന്തരൊരു വിഷവിത്ത. അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഭാവി നശിക്കും. അതാരാണെങ്കിലും. നീ നിന്റെ പോലീസും ചേർന്ന് എന്തൊക്കെ കളികൾ കളിച്ചാലും ഞാൻ സഞ്ജയെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ തന്നെ വേണം മോനെ. ഇവിടെ ഒന്നും ജയിക്കാൻ സമ്മതിക്കരുത്. വന്ന് പോലീസുകാർക്ക് ആരുടെ പേരിലും കള്ളക്കേസ് കൊടുക്കാവുന്നായി. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ സഞ്ജയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആ വണ്ടിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാ. അവൻ കുറ്റക്കാരനാണെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞങ്ങൾ കേസ് എടുത്തതും. ഗിരിയേട്ടൻ ഇനി എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല. സഞ്ജയ്ക്കെതിരെ നല്ല ശക്തമായ തെളിവുകളുണ്ട്. ഇപ്പൊ അവൻ ഒളിവിലായിരിക്കും. പക്ഷേ വൈകാതെ അവനെ പോലീസ് കണ്ടുപിടിക്കും. അവൻ എന്തായാലും കുറെ കാലം ജയിലിലും കിടക്കേണ്ടി വരും. നീ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് നടക്കണ്ട. ഒന്നും നടക്കാൻ പോകുന്നില്ല.
ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഗോപാൽജിയുടെ കുടുംബം തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സഞ്ജയെ രക്ഷിച്ചിരിക്കും. നീ കണ്ടോ? നമുക്ക് കാണാം. അവളുടെ അഹങ്കാരം കണ്ടു കേട്ടാ. സഞ്ജയ് കാരണം അവര് തമ്മിൽ വീണ്ടും വഴക്കായി ബാനുമേ. അതേതായാലും നന്നായി. വിഷയം ഗോപാൽജിയുടെ കുടുംബത്തിന്റേതായതുകൊണ്ട് ഗിരി വിട്ടുകൊടുക്കില്ല. മയക്കുമരുന്ന് കേസായതുകൊണ്ട് മഞ്ജുവും വിട്ടുകൊടുക്കില്ല. അവര് രണ്ടും എന്തായാലും വഴക്കിലാവും. ഇതോടെ രണ്ടുപേരും തമ്മിൽ തലങ്ങ് പിരിഞ്ഞാ മതിയായിരുന്നു. ഈശ്വരാ. ഹലോ. ഹലോ, സഞ്ജുട്ട് സേഫ് ആണോ? അതെ, തൽക്കാലം ഒരു കൂട്ടുകാരന്റെ റിസോർട്ടിലാ. ഇവിടെ പോലീസിന് അത്ര പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. മഞ്ജുവും ഗിരിയേട്ടനും ഇപ്പൊ സഞ്ജുവേട്ടന്റെ കാര്യം പറഞ്ഞ് വഴക്ക് കൂടിയതേ ഉള്ളൂ. അവരെന്താ പറഞ്ഞത്? സഞ്ജുവേട്ടൻ നിരപരാധിയാണെന്ന് ഗിരിയേട്ടൻ മഞ്ജുവിനെ കുറെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവള് കേക്കണ്ടേ. അമ്മയും ഞാനും ഏട്ടനും ഒക്കെ സഞ്ജുവേട്ടന് വേണ്ടി കുറെ സംസാരിച്ചു. സഞ്ജുവേട്ടനെ അറസ്റ്റ് ചെയ്താ ഞങ്ങള് മഞ്ജുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. പക്ഷെ അവൾക്ക് ഒരു കുലുക്കവും ഇല്ല. എന്തൊക്കെ സംഭവിച്ചാലും സഞ്ജുവേട്ടനെ അറസ്റ്റ് ചെയ്തേ അടങ്ങൂന്നാ മഞ്ജുവിന്റെ വാശി. അവൾക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്താ? എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യം അവൾക്കുണ്ടാവും. എന്നെ പോലൊരു ഭർത്താവിനെ സ്വപ്നം കണ്ട് നടന്നിട്ട് അവസാനം ഗിരിയെ കല്യാണം കഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കഷ്ടമല്ലേ? അപ്പോ അതിന്റെ പക അവളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ സഞ്ജുവിനെ പോലെ സൗന്ദര്യവും സ്വഭാവശുദ്ധിയും കാശും ഒക്കെ ഉള്ളൊരു പയ്യൻ ഈ നാട്ടിൽ വേറെ ഉണ്ടോ? മോളെ, നീ മഞ്ജു എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. അത് ഞാൻ ഏറ്റു. പിന്നെ നീ എന്നെ വിളിക്കാറുള്ള വിഷയമൊന്നും മഞ്ജു അറിയാതെ നോക്കണം. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എങ്ങനെ മഞ്ജു അറിഞ്ഞ പിന്നെ അതിന്റെ ദേഷ്യം നിന്നോട് അവള് തീർക്കും. എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ. ഞാൻ സൂക്ഷിച്ചോളാം സഞ്ജുവേട്ടാ. മിക്കവാറും ഈ കള്ളക്കേസിൽ അവരെന്നെ കുടുക്കി അറസ്റ്റ് ചെയ്യും മോളെ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഗിരിയേട്ട സമ്മതിക്കില്ല. എന്ത് വഴി ഉപയോഗിച്ചും സഞ്ജുവേട്ടനെ പുറത്തു കൊണ്ടുവരാൻ ഗിരിയേട്ട ശ്രമിക്കും. അതെനിക്ക് ഉറപ്പാ. ആ, നിങ്ങളൊക്കെ കൂടെയുള്ളതാ എന്റെ ഒരു ധൈര്യം. സ്വപ്നേ, സ്വപ്നേ. അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സഞ്ജുവേട്ടാ. സഞ്ജുവിന്റെ വിഷയം പറഞ്ഞ് മഞ്ജുവും ഗിരിയും തമ്മിൽ എന്തായാലും വഴക്കാവും. ബാനുമയ്ക്ക് എന്താ തോന്നുന്നത്? സഞ്ജയ് ശരിക്കും മയക്കുമരുന്ന് കടത്തി കാണോ? ഏയ്, അവൻ ഗോപാൽജിയുടെ മകനല്ലേ. ഇത്രയും സ്വത്തും പദവിയുള്ള ഒരാൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതില്ല. അവനെ മഞ്ജു ഈ കേസിൽ കുടുക്കിയതാ. ഗോപാൽജിയോട് അവരുടെ കുടുംബത്തിന് പകയുണ്ടല്ലോ. ആ ചെക്കനെ ഒരിക്കൽ മാധവൻ ഒരു കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതാ. ആ, ഒരു പെണ്ണ് കേസല്ലേ? അതെനിക്കറിയാം. ഹാ, അത് കള്ളക്കേസാണെന്ന് കോടതിയിൽ തെളിഞ്ഞതാ. കോടതി സഞ്ജയനെ വെറുതെ വിടുകയും ചെയ്തു. അന്ന് പോലീസുകാർക്ക് കോടതിയിൽ നാണം കെട്ടേണ്ട ദേഷ്യം ഇപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും സഞ്ജയനെ ഇപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ആ ചെറുക്കൻ കാരണം ഗിരിയും മഞ്ജും തമ്മിൽ വഴക്കായി. അതെ, അതുകൊണ്ടാണ്
ഞാൻ സഞ്ജയനെ പിന്തുണച്ച് സംസാരിച്ചത്. ഈ വീട്ടിൽ സഞ്ജയനെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ അവൾ ഒറ്റപ്പെടണം. ഗിരി നല്ല വാശിയുള്ള കൂട്ടത്തിലാ. സഞ്ജയനെ രക്ഷിക്കാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആർക്കും തടുക്കാൻ കഴിയില്ല. അതിനെങ്ങാനും മഞ്ജു ശ്രമിച്ചാൽ അവർ തമ്മിൽ നേർക്കുനേർ നിന്ന് ഏറ്റുമുട്ടേണ്ടി വരും. പിന്നെ അവർ തമ്മിലുള്ള പക അങ്ങ് ആളിക്കത്തും. അങ്ങനെ സംഭവിക്കണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം. ഗിരിക്ക് ഗോപാൽജിയോട് നന്ദിയുള്ളതുപോലെ തന്നെ മഞ്ജുവിന് പോലീസ് ജോലിയോട് കൂറുണ്ട്. രണ്ടുപേരും വിട്ടുകൊടുക്കില്ല.